മഞ്ചൂരിയനാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഗോബി ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് ഞാൻ 200 ഗ്രാം മൈദയും 150 ഗ്രാം കോൺഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വേണ്ടത്. അത് മിക്സ് ചെയ്താത്തതിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സോയാ സോസ് ഒഴിക്കും. പിന്നെ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു ഫ്രൈ ചെയ്യാൻ പാകത്തിനാവുന്ന വരെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇവിടെ ഗോബി ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യുക. എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കാം, കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗോബി റെഡി വരുന്നു. കളർ ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ലൈറ്റ് കളർ ആയിരിക്കുന്നത്. കളർ വേണ്ടവർക്ക് നമുക്ക് റെഡ് കളർ ചേർക്കാവുന്നതാണ്. മഞ്ചൂരിയൻ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓനിയൻ ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഉണ്ട്, അത് ഗ്രേവിക്ക് തിക്ക് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ സോയാ സോസ് ഉണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇഞ്ചി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്നു. ഇനി അതിലോട്ട് നമ്മൾ ഉള്ളി ഇടുന്നു. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് പച്ചമുളക് ഇടുന്നു. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം ഏറ്റവും അവസാനമാണ് ഇടുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് സോയാ സോസ് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഗ്രേവി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ തിളച്ചു ലേശം കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക, ഒന്ന് തിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. കളർ വേണ്ടവർക്ക് കളർ ചേർക്കാവുന്നതാണ്. ഞാൻ കളർ ചേർക്കുന്നില്ല. ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അതിലോട്ട് ഗോബി ഇട്ട് മിക്സ് ചെയ്യാണ്. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിരിക്കുകയാണ്. ഓക്കെയാണ്. ഇനി നമ്മൾ അതിനോട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു. കുറച്ച് ക്യാപ്സിക്കോ, കുറച്ച് സ്പ്രിംഗ് ഓനിയനും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതിന് എൻ്റെ സ്വന്തം ഒരു പൂവാണ്, തക്കാളി പൂവ്. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്.